വിശദമായ വാർത്തയിലേക്ക്. ഭാരതാംബ വിവാദത്തിൽ നിലപാട് അറിയിക്കാൻ സംസ്ഥാന സർക്കാർ. നിലപാട് വ്യക്തമാക്കി ഗവർണർക്ക് മുഖ്യമന്ത്രി കത്തയക്കും. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. സർക്കാർ പരിപാടികളിൽ ഔദ്യോഗിക ചിഹ്നങ്ങൾ മാത്രം ഉപയോഗിക്കാവൂ. മറ്റു ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമെന്നും സർക്കാർ. ങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, ഭാരതാംബ വിവാദത്തിൽ നിലപാട് അറിയിക്കാൻ ഉറപ്പിച്ചിരിക്കുകയാണ് സർക്കാർ. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ദീപ്തി, രേഖാമൂലം ഭാരതാംബ വിവാദത്തിൽ ഗവർണറെ എതിർപ്പറിയിക്കാനാണ് സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. പരിസ്ഥിതി ദിനത്തിലാണ് ഭാരതാംബ വിവാദം ആദ്യമായിട്ടുണ്ടായത്. അതിന് പിന്നാലെ തന്നെ കാർഷിക വകുപ്പ് രാജ്ഭവനിൽ വെച്ച് നടക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ പ്രോട്ടോകോൾ വേണമെന്നൊരു ആവശ്യം പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് ചീഫ് സെക്രട്ടറിക്ക് ഉൾപ്പെടെ നൽകുകയും എന്തൊക്കെ കാര്യങ്ങൾ അതിൽ വരുത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോകുന്ന തരത്തിലുള്ള പരിപാടി വീണ്ടും രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് സംഘടിപ്പിക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക പരിപാടികൾ ഇനി എത്തരത്തിലാണ് രാജ്ഭവനിൽ സംഘടിപ്പിക്കുക എന്ന കാര്യത്തിൽ സർക്കാരിന് തന്നെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. എന്തായാലും ഗവർണർ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ള തീരുമാനം തന്നെയാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ അത് ചർച്ച ചെയ്യുകയും രേഖാമൂലം തന്നെ എതിർപ്പ് ഗവർണറെ അറിയിക്കാനുമുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. നിയമവകുപ്പിന്റെ അടക്കം നിർദ്ദേശങ്ങൾ പരിശോധിക്കുകയും സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം ക്യാബിനറ്റ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഔദ്യോഗിക പരിപാടികളിൽ സർക്കാരിന്റെ ഔദ്യോഗിക ചിഹ്നങ്ങളല്ലാതെ മറ്റൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയായിരിക്കും അറിയിക്കാൻ സാധ്യത. മുഖ്യമന്ത്രി തന്നെ ഈ രേഖാമൂലമുള്ള എതിർപ്പ് അത് ഗവർണറെ അറിയിക്കും എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഔദ്യോഗിക ചിഹ്നമല്ലാത്ത മറ്റ് ചിഹ്നങ്ങളോ ബിംബങ്ങളോ ഒന്നും തന്നെ ഔദ്യോഗിക പരിപാടികളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം തന്നെയാണ് നേരത്തെയും സർക്കാർ എടുത്തിട്ടുണ്ടായിരുന്നത്. കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ അത്തരത്തിൽ പരിപാടികളിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനം ഗവർണർ കൈക്കൊള്ളുമോ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും രേഖാമൂലം തന്നെ സർക്കാർ എതിർപ്പറിയിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഉൾപ്പെടെ വലിയ വിമർശനം ഉയർത്തി രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ നേരിട്ട് ഗവർണറെ എതിർപ്പറിയിക്കുന്നില്ല എന്നുള്ള വിമർശനം ഉയർത്തിക്കാട്ടി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രംഗത്ത് എത്തിയിട്ടുള്ള സാഹചര്യത്തിൽ കൂടിയാണിപ്പോൾ നേരിട്ട് രേഖാമൂലം ഒരു എതിർപ്പറിയിക്കാൻ ക്യാബിനറ്റ് തന്നെ ചേർന്നൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ശരി, ഭാരതാംബ വിവാദത്തിൽ നിലപാട് അറിയിക്കാൻ സംസ്ഥാന സർക്കാർ. നിലപാട് വ്യക്തമാക്കി ഗവർണർക്ക് മുഖ്യമന്ത്രി കത്തയക്കും. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. സർക്കാർ പരിപാടികളിൽ ഔദ്യോഗിക ചിഹ്നങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ. മറ്റു ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് സർക്കാർ. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്.